സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 4 മരണം കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വിവരവും പുറത്തുവരുന്നുണ്ട്. ചൈനയിൽ വ്യാപിച്ച കോവിഡിന്റെ പുതിയ ഉപവകഭേദമായ JN1 ആണ് തിരുവനന്തപുരത്ത് 79കാരന് ബാധിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളും വന്നതോടുകൂടിയാണ് സംസ്ഥാനം അതീവ ജാഗ്രതയോടുകൂടി കോവിഡ് വ്യാപനത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 89% സംസ്ഥാനത്ത് തന്നെ ഉള്ളതായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. കൂടുതൽ പേർക്ക് പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടെങ്കിലും പരിശോധനയുടെ എണ്ണം കുറവായതിനാലാണ് ഈ കൃത്യമായ കണക്കുകൾ പുറത്തു വരാത്തത് എന്നും എന്തായാലും ഈ സാഹചര്യത്തിൽ, അതായത് JN1 സ്ഥിരീകരിക്കുന്ന സാഹചര്യം, JN1 കണ്ടെത്താൻ കഴിഞ്ഞത് ആശ്വാസകരമാണെങ്കിലും ആരോഗ്യവകുപ്പ് കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഉണ്ട്. പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രതിരോധശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപനശേഷിയുള്ള വൈറസാണ് ഈ JN1 കോവിഡിന്റെ ഉപവകഭേദം. എന്തായാലും കേന്ദ്രം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കൂടുതലായതിനാൽ തന്നെ കേന്ദ്രത്തിന്റെ, അതായത് ഇനിയും വരും ദിവസങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു മുന്നറിയിപ്പുണ്ട്. ആ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്.